നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുളിച്ചമാവ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 5 മുതൽ 12 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ശിഷ്യന്മാരക്കരെ പോകുമ്പോൾ അപ്പം എടുക്കാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോരായികയാലായിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരാകിയാൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു? 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു? ഇതൊന്നും ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചുകൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തിന്റെ കാര്യമല്ല. നിങ്ങൾ അത് തിരിച്ചറിയാത്തതെന്ത്? അങ്ങനെ അപ്പത്തിന്റെ പുളിച്ചമാവല്ല, പരീശന്മാരുടെയും സാദൂക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. ബാബേൽ പ്രവാസ കാല അനന്തരം, ബാബേൽ പ്രവാസ കാലത്ത് മാനസാന്തരമുണ്ടായ യഹൂദന്മാർ ചില ഭക്തി പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകി. അവ പരീശന്മാർ, ശാസ്ത്രിമാർ, സാദൂക്യർ, എസേന്യർ, എരിവുകാർ തുടങ്ങിയവരായിരുന്നു. ഇതിൽ ശാസ്ത്രിമാരിൽ നിന്ന് ഉരുത്തിരിഞ്ഞവരാണ് പരീശന്മാർ. പുരോഹിതന്മാരിൽ നിന്നും ഉരുത്തിരിഞ്ഞവരാണ് സാദൂക്യർ. പരീശന്മാരെ സംബന്ധിച്ച് അവർക്ക് ചില നല്ല ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. മനുഷ്യന് ആത്മാവുണ്ട്, മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ട്, അതുപോലെ ദൈവ ദൂതന്മാരുണ്ട്. ഇതൊക്കെ അവരുടെ പ്രധാന ഉപദേശങ്ങളായിരുന്നു. പക്ഷേ ആ ഉപദേശങ്ങൾ അവർ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു നിഗളം അവർക്കുണ്ടായി. അവര് കപട ഭക്തരായിരുന്നു. വേദപുസ്തകത്തിലെ പല ഉപദേശങ്ങൾക്കും അവർ കൊടുത്ത വ്യാഖ്യാനം വിചിത്രമായിരുന്നു. അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നുള്ളതിന് അവർ കൊടുത്ത വ്യാഖ്യാനം അപ്പനും അമ്മയ്ക്കും ചെലവ് ചെയ്യേണ്ടത്, അതായത് വഴിപാടായിട്ട് ദൈവത്തിന് കൊടുത്താൽ മതി എന്നായിരുന്നു. അതുപോലെ 10 കൽപ്പനയിലെ പല വാക്യങ്ങൾക്കും അവര് അക്ഷരാർത്ഥമേ നൽകിയിരുന്നുള്ളൂ. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ ഉള്ളത് അക്ഷരത്തിലുള്ള പ്രാധാന്യമേ ഉള്ളൂ എന്നാണ് അവര് നൽകിയിരുന്നത്. യേശുവിന്റെ കാലത്ത് അവര് ആ കപടഭക്തിയുടെ അത്യുച്ചകോടിയിൽ അവര് എത്തിയിരുന്നു. എന്നാൽ സാദൂക്യര് രാജാക്കന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും ഉത്ഭവിച്ചവരാണെങ്കിലും അവര് മനുഷ്യന്റെ മരണത്തോടുകൂടെ ശരീരം ഇല്ലാതെയാകുന്നത് പോലെ ആത്മാവ് ഇല്ലാതെ ആകുന്നു എന്നാണ് പഠിപ്പിച്ചത്. അതുപോലെ ദൂതന്മാരെന്നുള്ളത് എല്ലാം ദൈവത്തിന്റെ സന്ദേശവാഹകർ എന്നുള്ള നിലയിൽ താൽക്കാലികമായ മനുഷ്യനുണ്ടായ വെറും ദർശനങ്ങൾ മാത്രമാണ്, മായക്കാഴ്ചകൾ മാത്രമാണ്. ദൂതന്മാർ അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്നില്ല എന്നാണ് അവർ പഠിപ്പിച്ചത്. അവര് ദൈവം നൽകിയ ശിക്ഷാക്രമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ വളരെ നിഷ്കർഷയുള്ളവരായിരുന്നു. പ്രത്യേകിച്ച് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളത്, അതുപോലെ ശബത്ത് ലംഘിക്കുന്ന ആളുകളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്ന കാര്യത്തിൽ അവര് രാഷ്ട്രീയക്കാരുടെ സഹായമൊക്കെ തേടുകയും രാഷ്ട്രീയക്കാരുടെ ഒപ്പം നിൽക്കുകയും ചെയ്തവരാണ് സാദൂക്യർ. എന്നാൽ പരീശന്മാർ ഈ കാര്യത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിവാഹത്തിന്റെ കാര്യത്തിലും പുനർവിവാഹത്തിന്റെ കാര്യത്തിലും ഉപേക്ഷണത്തിന്റെ കാര്യത്തിലും ഒക്കെ, അതുപോലെ ദേവരധർമ്മ വിവാഹത്തിന്റെ കാര്യത്തിലും ഒക്കെ ഒരു അന്യ മനോഭാവം പരീശന്മാർക്കുണ്ടായിരുന്നെങ്കിലും സാദൂക്യർക്കത് ഉണ്ടായിരുന്നില്ല. ഇവിടെ കർത്താവ് 2 കൂട്ടരെയും ഒരുപോലെ അവഗണിക്കുകയാണ്. യേശു പറഞ്ഞത് പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നാണ്. പരീശന്മാര് ചില കാര്യത്തിൽ
ഉപദേശപരമായിട്ട് ശരിയായിരുന്നെങ്കിലും അതിൻ്റെ പ്രായോഗിക തലത്തിൽ അവര് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ വ്യാജഭാവം, കപടഭക്തി. ദൈവം ഏറ്റവും വെറുക്കുന്നതാണ് കപടഭക്തി. യഹൂദന്മാരിൽ, ഈ പരീശന്മാരിൽ 7 കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവര് സ്ത്രീകളെ നോക്കാതിരിക്കുന്നതിന് കണ്ണടച്ച് നടക്കുക, അതുപോലെ കണ്ണടച്ച് നടക്കുമ്പോൾ വീണ് ദേഹത്തൊക്കെ മുറിവ് പറ്റി ചോരയൊൽപ്പിച്ചുകൊണ്ട് നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ പരീശന്മാരിൽ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കാലത്തെ പല പുരോഹിതന്മാരും സാദൂക്യർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ശിക്ഷ നടപ്പാക്കുന്നതിലൊക്കെ അവരാണ് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ചില ഉപദേശങ്ങൾ ശരിയായിരിക്കാം, ഉപദേശങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതൊരു നല്ല കാര്യമായിരിക്കാം. പക്ഷേ കപടഭക്തിയാണ് മുമ്പിലെങ്കിലോ ഇത് രണ്ടും ഒരുമിച്ച് വേണം. ഉപദേശവും ജീവിതവും ഒരുപോലെ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് യേശു ഈ 2 കൂട്ടരെയും ഒരുപോലെ വിമർശിക്കുകയും അവരെ ഒഴിവാക്കണം, അവരെ സൂക്ഷിക്കണം എന്ന് പറയുകയും ചെയ്യുവാൻ ഇടയായത്. യേശു ഏഴപ്പം കൊണ്ട് 4000 ആളുകളെ പോഷിപ്പിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് പോരുന്ന സമയത്ത് 7 വട്ടി അപ്പം മിച്ചം വന്നെങ്കിലും ആ മിച്ചം വന്നത് ശിഷ്യന്മാർ എടുക്കാൻ മറന്നുപോയി. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചത് ഈ അപ്പം പുളിച്ചതാണല്ലോ. ആ അപ്പം കൊണ്ടുവരാതിരുന്നതിനെ ഉദ്ദേശിച്ചായിരിക്കും യേശു പറഞ്ഞതെന്നാണ്. യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ശക്തിയെ, കഴിവിനെ തിരിച്ചറിയുന്നില്ലേ? 5 അപ്പം കൊണ്ട് ഞാൻ 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 12 അല്ലേ? 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ 7 വട്ടി മിച്ചം ഉണ്ടായില്ലേ? അതുകൊണ്ട് അപ്പം കൊണ്ടുപോകുന്നില്ല, മറന്നുവെച്ചു എന്നുള്ളത് അത് തന്നെ ഒരു തെറ്റായ കാര്യമല്ല. അതാരെങ്കിലും എടുത്തുകൊള്ളും, പ്രയോജനപ്പെടുത്തിക്കൊള്ളും. അതല്ല, എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യ സമയത്ത് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം, ഭക്ഷണത്തെക്കാളൊക്കെ പ്രധാനം ഉപദേശമാണ്. വേദപുസ്തകത്തിലെ ശരിയായ ഉപദേശം മുറുകെ പിടിക്കാനായിട്ടും ഒപ്പം ശരിയായ ഭക്തി മുറുകെ പിടിക്കാനായിട്ടും സാധിക്കണം. പരീശന്മാർക്ക് കുറെ നല്ല ഉപദേശം ഉണ്ടായിരുന്നെങ്കിലും കപടഭക്തിയായിരുന്നു. സാദൂക്യർക്ക് ഉപദേശം ഇല്ലായിരുന്നു, പക്ഷെ ആളുകളെ ശിക്ഷിക്കുന്ന, വിധിക്കുന്ന കാര്യത്തിൽ അവര് മുൻപന്തിയിലായിരുന്നു. അതുകൊണ്ട് ഈ 2 കൂട്ടരെയും നിങ്ങൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ ആ 2 കൂട്ടരുടെയും ഉപദേശത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. അത് പുളിച്ച മാവാണ്. പുളിച്ച മാവ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വ്യാപിക്കാനിടയായിത്തീരും. കപടഭക്തി പെട്ടെന്ന് വ്യാപിക്കും, ദുരുപദേശം പെട്ടെന്ന് വ്യാപിക്കാനിടയായിത്തീരും. അതുകൊണ്ട് പുളിച്ച മാവ് പോലെ പെട്ടെന്ന് വ്യാപിക്കുന്ന, പരക്കുന്ന ആ ഉപദേശത്തിന്റെ, ദുരുപദേശത്തിന്റെയും കപടഭക്തിയുടെയും പിന്നാലെ നിങ്ങൾ പോകരുത്. ശരിയായ ഉപദേശവും ശരിയായ ഭക്തിയും മുറുകെ പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ള ഒരു ഉപദേശമാണ് നമ്മുടെ കർത്താവ് ഇവിടെ നൽകുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശരിയായ ഉപദേശവും ശരിയായ ജീവിതവും രണ്ടും ഒരുപോലെ മുറുകെ പിടിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കപടഭക്തി ഉണ്ടോ, വല്ല പുളിച്ചതുമുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.